അധ്യായം 107 സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 7. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. അറഅയ്ത, നീ കണ്ടുവോ, അല്ലദീ യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ, ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ. വചനം 2. ഫദാലികല്ലദീ, യാതൊരുവനത്രേ അത്, യദ്ഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന, അൽ യതീം, അനാഥക്കുട്ടിയെ. ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്. വചനം 3. വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല, അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ, അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. വചനം 4. ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം, ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ. ഫവൈലുൻ ലിൽ മുസല്ലീൻ. എന്നാൽ നമസ്കാരക്കാർക്കു നാശം. വചനം 5. അല്ലദീന, അതായത് യാതൊരുവർ, ഹും, അവർ, അൻ സ്വലാറ്റിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്, സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്. വചനം 6. അല്ലദീന, അതായത് യാതൊരുവർ, ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു. അല്ലദീന ഹും യുറാഊൻ. അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു. വചനം 7. വയംനഊന, അവർ മുടക്കുകയും ചെയ്യും, അൽ മാഊൻ, പരോപകാര വസ്തുവെ, ചെറുകിട ആവശ്യ വസ്തുക്കളെ. വയംനഊനൽ മാഊൻ. പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു. അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം. മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദ്ദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വെച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അല്ലാഹു എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വമ്പിച്ചതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 3. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അല്ലാഹു ഉണർത്തുന്നത്. നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കുകയും
എന്നിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെപ്പറ്റി ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പല വിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപടവിശ്വാസികളുടെ ഇനത്തിൽപ്പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാ, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാ 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും. എന്നിട്ട് ഒരു 4 വട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി, മുസ്ലിം. സൂര്യൻ പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിന് പുറമെ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു. 4 കൊത്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിൻ്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു 4 റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. 4-ാമത്തെ ലക്ഷണം, അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലയ്ക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെ പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു: ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്. അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും
നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം. അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സു കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദ്ദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാരമനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യ പരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.